ഹായ് ഹലോ നമ്മൾ വളങ്ങൾ ഉപയോഗിക്കുമ്പോൾ നമ്മളെ വീട്ടിൽ വരുന്ന മീൻ വേസ്റ്റ് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള വളമാക്കി എടുക്കാം. അങ്ങനെ ഒരു സ്മെല്ലൊന്നും ഇല്ല. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള വളമാക്കാം. നമ്മൾ കാശൊക്കെ കൊടുത്ത് ഒരുപാട് വളമൊക്കെ മേടിക്കുന്നവരാണെങ്കിൽ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കാം. അതിന് വലിയ ഒരു പൈസ ചിലവ്. ഇതിപ്പോൾ ഞാൻ ഒരാഴ്ചയ്ക്ക് മുമ്പ് ആ വളം കൊടുത്തിട്ടാണ് അത് നിറയെ മുട്ട് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ ഈ എല്ലുപൊടി അങ്ങനെയൊക്കെ ഉള്ളത് ഉപയോഗിക്കുന്നതിന് പകരമായിട്ട് ഉപയോഗിക്കാം. അല്ലെങ്കിലും നല്ല രീതിയിൽ ഉപയോഗിക്കുക. ഇതുപോലെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള വളമായിട്ട് കിട്ടും. ഇതെങ്ങനെ നമ്മൾ ഉണ്ടാക്കേണ്ടതെന്ന് വെച്ചാൽ, കുറച്ച് മീനിൻ്റെ വേസ്റ്റ്, നമ്മൾ എന്നും ഉപയോഗിക്കുന്ന മീനിൻ്റെ വേസ്റ്റ് എടുക്കുക. കുറച്ച് ചാരം എടുക്കുക. മീനിൻ്റെ വേസ്റ്റ് നമ്മൾക്ക് ഓരോ ദിവസം കിട്ടുന്നത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെച്ചതിന് ശേഷം അതിൻ്റെ വെള്ളമെല്ലാം വാർന്നു പോയതിന് ശേഷം എടുക്കുക. പിന്നീട് നമുക്കൊരു നല്ല ടിന്ന്, അടപ്പുള്ളൊരു ടിന്ന് എടുക്കുക. ദ്വാരമൊന്നുമില്ലാത്ത അടപ്പുള്ള ടിന്ന്. എന്നിട്ട് ഈ വെള്ളമെല്ലാം വാർന്നു പോയതിന് ശേഷം ഈ മീനിൻ്റെ വേസ്റ്റ് നമ്മൾ ആദ്യമേ ആ ടിന്നിൻ്റെ അകത്ത് ചാരം ഇട്ട് കൊടുക്കുക. ചാരം ഇട്ട് കൊടുത്തതിന് ശേഷം ഈ മീനിൻ്റെ വേസ്റ്റ് കുറച്ചിട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും ചാരം ഇട്ട് കൊടുക്കുക. നമ്മൾ എന്നും തുറന്ന് ഈ വേസ്റ്റ് ഇടുമ്പോൾ അതിൽ വെള്ളത്തിൻ്റെ അളവ് കൂടുതലാവും. അങ്ങനെയൊക്കെ ഇടരുത്. നമുക്ക് അതിനുള്ള ആവശ്യത്തിനുള്ള വെള്ളം അതിൽ കാണും. ഇങ്ങനെ ലെയറായിട്ട് ഇട്ട് കൊടുത്ത് ഏറ്റവും മുകളിലായിട്ട് നമ്മൾ ചാരം ഇട്ട് കൊടുക്കുക. അങ്ങനെ ഒരു ടിന്നിലിട്ട് അടച്ച് ഭദ്രമായിട്ട് വെയിലും ചൂടൊന്നും അധികം ഏൽക്കാത്ത ഒരു സ്ഥലത്ത് ഭദ്രമായിട്ട് സൂക്ഷിച്ച് വെക്കുക. അങ്ങനെ ഒരു 48 ദിവസം, മിനിമം ഒരു 48 ദിവസം ആകുമ്പോഴത്തേക്ക് നല്ല രീതിയിൽ വളമായിട്ട് കിട്ടും. ആ വളം നമുക്ക് ചെടികൾക്ക് നൽകുകയും ചെയ്യാം. ചെടികളുടെ ചുവട്ടിലിട്ട് കൊടുത്ത് നല്ല രീതിയിൽ വളമായിട്ട് എടുക്കുകയും ചെയ്യാം. ഇങ്ങനെ ഇതുപോലുള്ള വളമായിട്ട് കിട്ടും. ഒരു സ്മെല്ലും ഇല്ല. നല്ല രീതിയിൽ വളമായിട്ട്. പിന്നീട് നമ്മൾ അതിനകത്ത് വെള്ളമോ ഒന്നും ആഡ് ചെയ്യുന്നൊന്നുമില്ല. അപ്പം നല്ല അത് അവിടെ ഇരുന്ന് ദ്രവിച്ച് കറക്റ്റ് വളമാക്കി കിട്ടും. ഇനി ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതിൽ ഇതുവരെ സപ്പോർട്ട് ചെയ്യാത്തവർ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.